ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബാംഗ്ലൂർ ട്രിപ്പ് പോവുകയാണ്. നമ്മുടെ അച്ഛൻ്റെ ഒരു വീടുണ്ട്, അതായത് അമ്മയുടെ ചേട്ടൻ്റെ. അവിടേക്ക് നമ്മൾ ഒരു യാത്ര. അതായത് ഇപ്പോൾ എൻ്റെ പപ്പയും അമ്മയുണ്ട്, ചേച്ചികളൊന്നും ഇല്ല. പിന്നെ അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും പിന്നെ അവരുടെ 2 മക്കളും ഉണ്ട്. അപ്പോൾ ബൈ, ഹായ്. അപ്പോൾ ഇനി ബാക്കി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കി കാഴ്ചകളാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ മാമി പാപ്പൽ പിന്നെ അതുപോലെ ജോയിൻ ജസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, പപ്പോടിൽ നിന്ന് ഹെഡ്സെറ്റ് വീഡിയോ ആണ്. അങ്ങനെ പ്ലാറ്റ്ഫോം 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ഉണ്ട്, ബാക്കിയുള്ളവരെ കൂടി ഉണ്ട്. ജോയില് അവരെ കാണില്ല എന്നുള്ള പരാതി. ജോയില നിന്നെ കണ്ടോ? ആറ്റിറ്റ്യൂഡ് എന്നെ കണ്ടെന്താ ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. എന്താണ് അതെ തേങ്ങന്നെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞാണ് ഗൈസ്. പിന്നെ ചേച്ചിക്ക് എക്സാം ഉള്ള കാരണം വരാതിരുന്നതാണ്. എന്താ ചെയ്യാ, പഠിപ്പിച്ചു പോസ്റ്റാണല്ലോ ചോല. ട്രെയിൻ എപ്പോഴും ഗൈസ് കുറെ നേരം ഇരിക്കണം. 5 മിനിറ്റ് വന്നിരുന്നിട്ടുള്ളൂ. ബാക്കി ട്രെയിനിൽ കയറിയിട്ട് പറയാം. ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ ബണ്ണാർഘട്ട് ജംഗ്ഷനിലെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി അല്ലേ. ഗൈസ്, ഈ ബാക്കി ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഹായ് ഹായ്. നമ്മൾ അറ്റ് ലാസ്റ്റ് ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പിക്ക് ചെയ്യാൻ വെല്ലിച്ച് വരും. എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ നേരെ ഫ്ലാറ്റിൽ സ്റ്റേഷനിലെത്തിയിട്ട് വഴിയറിയാണ്ട് നടക്കാണ്. എവിടേക്ക് പോകണം എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല ഗൈസ്. റൂട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പ അവിടെ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എവിടേക്ക് പോണേ, എങ്ങോട്ടാന്ന് വെച്ചിട്ട് പോണേ. പാപ്പിന് വഴി അറിയാം. പാപ്പനെ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ പോണേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് എന്താ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ജോയൽ ബാഗ് ഒരു കുടുംബം കാത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വല്യച്ഛനെ കണ്ടെത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ. നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് വല്യച്ഛൻ. നമ്മളങ്ങനെ വണ്ടി കയറിയിട്ട് ഇനി അവിടേക്ക് ഫ്ലാറ്റിൽ പോവാം. എന്നിട്ട് ബാക്കി അവിടെ തിരികാം. ഇതാണ് ഇവിടുത്തെ KSRTC സ്റ്റാൻഡ്. സോറി ഗൈസ്, ഇതാണ് ഇവിടുത്തെ BMTC. നമ്മുടെ അവിടുത്തെ KSRTC പോലെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ബസ്സാണ്. നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ വില്ലേജിന്റെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ്. എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ എത്തിയിരിക്കുന്നത് ഹലോ നൈസ് ടു മീറ്റ് യു. റനിൽ, എന്തൊക്കെയാണ് റനിൽ, സുഖല്ലേ? റജിൽ എന്തടാ എത്തിട്ടാ?
നമ്മൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോയാണ്. ഇതാണ് നമ്മുടെ പ്രസന്നാൻഡിയാണ് നമ്മുടെ ഈ 2 ദിവസത്തെ സ്റ്റേ ബോർഡ് എല്ലാം നമ്മുടെ ഗൈഡ് എല്ലാതും പ്രസന്നാൻഡിയാണ്. പ്രസന്നാൻഡി ഒരു ഹായ് പറയൂ. അതെ നമ്മളിന്ന് സിനിമ കണ്ടില്ലേ രജനീകാന്തിന്റെ പാട്ടാണോ ആ പാട്ട്? അതിപ്പോ റമോണാണല്ലോ. ബാറ്ററി എന്റെ വല്യച്ച ഇപ്പൊ എത്ര കൊല്ലായി ബാംഗ്ലൂർ വന്നിട്ട്? കാലത്ത് 40 ഇത്ര നാളും വന്നതിൽ എന്താണ് അച്ഛനുള്ള എക്സ്പീരിയൻസ് ബാംഗ്ലൂരിനെ കുറിച്ച്? ഇതാണ് വേണ്ട ആലോചിച്ച് പറയേണ്ട കാര്യം. ആ കൈ പിടിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി? എന്താണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് 25 കൊല്ലത്തിന് പറഞ്ഞാലോ അല്ല അത് പെങ്ങളുടെ മോൻ ചോദിച്ചോ. ഇത് അറിയാല, ഇത് സ്മോൾ മാക്സ്. നമ്മുടെ തൃശ്ശൂർ കാണുന്നതാണ് അയ്യോ. ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി, നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് തപ്പി വന്നതാണ്. ഇവിടെ മരങ്ങൾ ഇതിലെവിടെയാണ് ഞങ്ങൾക്ക് inside of me, you better watch out if your enemy's a road ahead of full prophecy to be the greatest beast the world has ever seen. I'm feeding the bones clean, I feed him all the hate and he throws me. He gets my real big, gets off quick, and if you cross him, you might drop dead. Metaphorically, of course, never getting bored, times of blood and cold. The source ain't a relief, this ain't a for the party. If you start shit, you be heartless in the darkness. Tore apart quick, you left scars ripped, you be chewed up and discarded. In this world, നമ്മുടെ പണിക്കാരനെ അവിടെ സേട്ടു once it's in your mind, it's infectious. So fight for your life and reject it. You better give me space, I'm protected. അങ്ങനെ നമ്മുടെ സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. ഇനി എവിടേക്കാ നമ്മൾ പോണേ? യാത്ര കഴിഞ്ഞ് ഇനി വേറൊരു കസിൻ്റെ വീട്ടിൽ കൂടി പോകണം. കഴിഞ്ഞാൽ പിന്നെ നാളെ. ഇതാണ് നമ്മുടെ ഇന്നോവ. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ മടിവാളെത്തിരിക്കുന്നു. ആൾക്കാർക്ക് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി തോന്നുന്നു, കൈയോടെ കാണിക്കുന്നു. ഇതേ ആൾക്കാർ ഫാൻസാന്ന് തോന്നുന്നു. ഇവിടെ 3 പേരല്ല ഗൈസ്, 4 പേരുണ്ട്. ഒരു കുടുംബം തന്നെ ബാക്ക് സീറ്റിൽ. ഓരോ കുടുംബം വയസ്സാണ് ഇവിടെ കാറിൽ നമ്മൾ സെറ്റ് ചെയ്തോണ. ബാക്കില് പാലൂർ ഫാമിലി, നടുവില് കൊമ്പൻ ഫാമിലി. കൊമ്പൻ ഇനി ഫ്രണ്ടിന് കൊട്ടക്കാട്. ഇവിടെ കൊട്ടക്കാട്. ഹായ് പറയില്ലേ? അച്ഛൻ വണ്ടി എടുത്തോട്ടെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തോണം. ഭയങ്കര പ്ലാനിങ് ആണ്. നാസ പോലെ ഇത്ര പ്ലാൻ ചെയ്തിട്ട് വിക്ഷേപണം നടത്തിയിട്ടുണ്ടാവില്ല. അതുപോലെയാണ് ഗൈസ്. ഞങ്ങൾ ഇംഗ്ലീഷില് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇനി ഇംഗ്ലീഷ് മാത്രമാണ് പറയുന്നത്. നടക്കുക എത്രത്തോളം നടക്കുമെന്ന് നമുക്കറിയില്ല. സോ we will try my best. We will try my best. We will try my best. Only you all not kekare. I will try my best. Wow. We are watching the beauty of Not only madrasa. Outside? Yeah. More than less. The BMTC Bangalore. BMTC is very dangerous driving. Yeah, space to us. Yeah, very very difficult to travel with BMTC. But our rider, not driver, the rider. Very smooth and not very fast. Very calmingly he is driving. Very experienced. Not PDF, that shop. Comban, yeah, it's our another shop in Madiwala. This is the main spot of buses, sleeper buses. Look guys, Naslan is here. Yes.
അപ്പൊ ഗൈസ് ബാക്കി പിന്നെ കാണാം. ഒരു മാസ് വീഡിയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റിജിൽ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ലൈവ് റിയാക്ഷൻ അഭിനയിക്കാണ്ട് കാര്യം പറയണം. നന്നായിരിക്കണു. അപ്പൊ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ് ബാംഗ്ലൂര്. നമ്മുടെ റെനിൽ ബ്രോയുടെ കൂടെ. അപ്പൊ റെനിൽ ബ്രോ ഇങ്ങനെ സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിക്കതും ഈ ബ്ലോഗിന് റെനിലിന്റെ സോങ്സ് തന്നെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ആഡ് ചെയ്യുന്നത്. റെനിൽ സെറ്റ് ചെയ്യില്ലേ? നമ്മളങ്ങനെ സെറ്റ് ചെയ്യും. റെനില് കുറെ പാട്ടുകൾ ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ 1 മണി വരെയൊക്കെ ഇരുന്ന് നമ്മള് കുറെ പാട്ടുകൾ ഉണ്ടാക്കി. കുറെയൊക്കെ നമ്മള് വെച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ലിറിക്സ് വെച്ചിട്ടൊരു സോങ്ങും അങ്ങനെ പല പല ലിറിക്സ് വെച്ചിട്ട് നമ്മൾ കുറെ മിക്സിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നു. കോപ്പിറൈറ്റ് അല്ല റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പോൾ നോക്കട്ടെ, പറ്റാണെങ്കിൽ റിലീസ് ചെയ്യാം. അപ്പോൾ സോങ്സ് ഒക്കെ ബാക്കി വരുന്ന വ്ളോഗുകളിൽ ഇതിലൊക്കെ ആഡ് ആക്കാം. കള്ളനാ മോന്റെ കഴിവിന് പ്രോത്സാഹിപ്പിക്കൂ. ഗൈസ് അങ്ങനെ ടാറ്റു നമ്മൾ ഇന്ന് വീട്ടിലിരുന്നു. ഞാൻ ഇവിടെ പപ്പ ഇരുന്ന് TV കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിലിരുന്ന് ഞങ്ങളൊരു സിനിമ തീർത്തു. നമ്മുടെ നാനിയുടെ മറ്റേ ഒരു പുതിയ ഫിലിം അതിരുന്ന് തീർത്ത്. പിന്നെ അവരൊക്കെ വേറെ കുറച്ച് ഫാമിലി ആവശ്യങ്ങൾക്കായിട്ട് പുറത്ത് വരുന്നു. ബാക്കി പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. റെജിലാണെങ്കിൽ കിടന്ന് ഉറങ്ങാണ്. റെജിലിനെ കാണിച്ച റെജിൽ ബേബി ഞാനും കൂടിയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഗൈസ്. റെജിൽ നല്ല ഉറക്കം. 5:00 റെജിലിനെ എഴുന്നേൽപ്പിക്കാനാണ് പറഞ്ഞത്. നോക്കട്ടെ ഗൈസ്, 5:00 എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. എങ്ങനെയാവുന്ന അറിയില്ല. റെജില് നമുക്ക് ഉറപ്പ് തന്നിട്ട് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺവിൻസിങ് സ്റ്റാറാണ് ഇവിടുത്തെ റെജിൽ. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവരുടെ ഫ്ലാറ്റിൽ റൗണ്ട് അടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. റെജിലെ എന്താ റെജിലെ സ്റ്റെപ്പിടാണോ റെജിൽ? ജോൺ വിക്കാ ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോവാണ്. ഫുഡ് അടിക്കാൻ പോട്ടെ. റെജിലൂടെ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. എന്താ പറയാ എന്റെ ബ്ലോഗിലേക്ക് എന്താ പറയാ നോക്കിട്ട് എന്തെങ്കിലും പറയും. അയ്യോ അവന് വയ്യാന്ന് എന്തോ പറ്റിണ്ട്. ഇനിയാണ് നമ്മുടെ നായകന്റെ വരവ്. ഇത് ഇവിടുന്ന് പുറത്തേക്ക് പോണ വഴിയാണ് ഗൈസ്. എന്താണ് റെജിൽ, എന്ത് പറ്റി? നാച്ചുറൽ സ്റ്റാർ റെജിലിന് എന്താ പറയാണ്ട്? റെജിൽ പറയൂ. ജീവിതം ഒന്നേ ഉള്ളൂ, കണ്ടൊക്കെ ചെയ്യണം. ഓ മാസാണോടാ. റെനിൽ നിനക്ക് എന്താ പറയാനുള്ളത് ജീവിതത്തെ കുറിച്ച്? പറയൂ. ജീവിതം 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 ജോയൽ ജീവിതം നിനക്കെന്താണ് ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത്? ജീവിതത്തിൽ മര്യാദയ്ക്ക് നടന്നെങ്കിൽ പട്ടി ജീവിത ഗൈസ്. ഒരു ടോപ്പിക് ഇല്ലാണ്ട് ജീവിതം എന്ന് പറഞ്ഞ ടോപ്പിക് വെച്ച് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നടക്കാണ്. കൂടുതൽ ഫ്യൂച്ചർ കുട്ടികളോട് എന്താ പറയാനുള്ളത്? മക്കളെ വെയിറ്റ് ചെയ്യും, എണ്ണം വരും. നമ്മളങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കണം. നമ്മുടെ ഏരിയ ആണ്. ഇതാണ് നിന്റെ ഏരിയ? റെജിന്റെ ആളെന്ന് പറഞ്ഞാൽ അടിയുടെ ആ കാനി നൈറ്റ് അറിയോ അവര് ചിലപ്പോ. ഇതിവിടെ ഇതുപോലെ കുറെ പൂ വെക്കാനും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ പറയുന്നു. ക്രോസ് ചെയ്യണം നമ്മളിനി. നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ തള്ളിയെടുക്കും. നല്ല ട്രാഫിക്കുള്ള ഏരിയ ആണ് ഗൈസ്. ഇവിടെ ഭയങ്കര ട്രാഫിക്. ഉൾവഴിയായാലും നല്ല ട്രാഫിക് ഉണ്ട്. ഇതാണ് നമ്മൾ മാംഗ്ലൂർ ലഞ്ച് ഹോമിലെത്തിയിരിക്കുകയാണ്. റെജിൽ, ഇതെങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? നിന്റെ റിവ്യൂ. നോർമൽ ഭക്ഷണമാണോ? കഴിച്ചിരിക്കാം. വൺ ടൈം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? നമ്മളെ എത്രാണ് മുമ്പ് ഇവിടെ നേരത്തെ അവര് എത്തിയിട്ടുണ്ട് ഗൈസ്. നേരത്തെ വന്നെത്തിയിട്ടുണ്ട് ഗൈസ്. എല്ലാരും ഇവിടെ നേരത്തെ എത്തിയിരിക്കുകയാണ്. ബാക്കി ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
around the globe, trying to protect your soul. We are heroes tonight. We will fly. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി ഇവിടെ ഇറങ്ങാണ്. നല്ല മഴയുണ്ട്, എന്താവും അറിയില്ല. ഇപ്പോൾ ഒരു സിനിമ നമ്മുടെ ദേവര കാണാൻ വേണ്ടിയിട്ട് പോവാം. നമ്മുടെ വേറെ എവിടെയല്ല, ലക്ഷ്മി തിയേറ്റർ ബാംഗ്ലൂരിൽ. എൻ്റെ അമ്മോ നല്ല വരിയാണ്. കിട്ടാണോ ടിക്കറ്റ് നോക്കട്ടെ. നല്ല വരിക ടിക്കറ്റ് കിട്ടോ? തിയേറ്റർ മാറിപ്പോയി. ബാലാജി തിയേറ്ററിലാണ് റെനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. റജിൽ, ആർ യു ഹാപ്പി? ഹാപ്പി. നമ്മൾ മാത്രമുള്ള സിനിമയ്ക്ക് പോടാ. അയ്യോ, അങ്ങനെ സിനിമ കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നടാ? ഡബിള് എങ്ങനെയുണ്ടായിരുന്നു പടം? മേക്കിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമായി, ഫൈറ്റ് സീൻ ആക്ഷൻ സീനൊക്കെ ഇഷ്ടമായി. ബട്ട് കഥ ഭയങ്കര ശോകം കഥ. കണ്ടു കഴിഞ്ഞ് മഴയായിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ് ഫ്ലാറ്റിലേക്ക്. ഭയങ്കര മഴ. അതെ ഭയങ്കര അയ്യോ, എന്നെ ദേവര കണ്ട് ഓർക്കള 1000 തെങ്ങ് മാത്രമായിട്ട് വളർന്നു. അങ്ങനെ സിനിമയുടെ ക്ഷീണം ഇതുവരെ മാറിയില്ല. നല്ല പടമാണ്. മറ്റേ നീ സന്തോഷം വർക്കിയുടെ പോലെ ആറാട്ടണ്ണൻ പടം സൂപ്പറാണ്. അല്ല, ഞാൻ ആറാട്ടണ്ണന്റെ നമ്മള് ലാസ്റ്റ് ദിവസമാണ്. ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മള് ബാംഗ്ലൂരിനോട് ബായ് പറയും. അപ്പൊ ഞങ്ങൾ പള്ളിക്കാണ് പോകാൻ കാലത്ത് സൺഡേ അല്ലെന്ന്. അപ്പോൾ സൺഡേ പള്ളിക്ക് പോയിട്ട് ഇവിടെ റെജിലാണ് ബൈക്ക് എടുക്കണേ. റജിൽ ജോയിൻ എടുക്കുന്ന ബൈക്ക്. അപ്പോൾ ഞങ്ങളിനി പള്ളിക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഇതെന്താണെന്നാവോ? ഇവിടെ ഒരു തെങ്ങ് മുറിക്കാൻ മറന്നാന്നുള്ളൂ. ഇത് ഇവിടുത്തെ നമ്മളെ ഏതൊക്കെയോ വഴിയിലൂടെ പോകുന്നുണ്ട് ഗൈസ്. ഏതൊക്കെയോ ഇടവഴിക്കോടെയാണ് നമ്മൾ പോകുന്നത് കാലത്ത്. എല്ലാ വഴി അറിയോ? ഏതാ വഴി? I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. ഫോട്ടോ കരയില്ല സേടാവില്ല. അപ്പൊ ബാക്കി ഞങ്ങളങ്ങനെ പള്ളിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി കുറച്ച് ഡ്രസ്സ് ഇതൊക്കെ എടുക്കാണ്ട് ജോയിൻ. അപ്പം അതും കൂടി എടുത്തിട്ട് നേരെ ഫ്ലൈറ്റ്. Above the sky, we are heroes tonight. ഗൈസ്, അങ്ങനെ നമ്മുടെ 2-3 ദിവസത്തെ ബാംഗ്ലൂർ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ പോവാണ്. നമുക്ക് 4:30 ട്രെയിൻ. ആന്റി കരയല്ലേ? മാറിന്ന് കരയല്ലേ ആന്റി? പോട്ടെ, അടുത്തോട്ട് വരാം. ആന്റി കരയല്ലേ? പോട്ടടാ, പോട്ടെ. വെല്ലേ കരയല്ലേ? അച്ഛ എവിടെ? അച്ഛ കരയല്ലേ? കരയല്ലേ? അപ്പൊ ഗൈസ്, നമ്മളെല്ലാരും പോവുകയാണ്. അപ്പോ അങ്ങനെ ബാംഗ്ലൂർ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വ്ലോഗായി നമ്മൾ വരുന്നതായിരിക്കും. ബൈ.